ദുബായിലെ ആകാശഗോപുരങ്ങൾക്ക് മുകളിൽ ഇന്ന് യുദ്ധത്തിന്റെ നിഴൽ വീണിരിക്കുന്നു. ഇറാന്റെ മണ്ണിൽ അമേരിക്ക ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ അതിന്റെ വില നൽകേണ്ടിവരുന്നത് പശ്ചിമേഷ്യയിലെ സുരക്ഷിത താവളങ്ങളായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിക്കഴിഞ്ഞു. അമേരിക്കൻ പടയുടെ കരുത്തിൽ വിശ്വസിച്ചിരിക്കുന്ന യുഎഇയും ബഹ്റിനും ഇറാന്റെ ഈ ഡെഡ്ലി പ്രഖ്യാപനത്തെ എങ്ങനെ നേരിടും? ദുബായ് എന്ന ആഗോള വ്യാപാര കേന്ദ്രം ഇറാന്റെ ക്രോസ് ഹെയറിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ ദുബായ് എന്ന ആഗോള നഗരം എന്തിന് ഇറാന്റെ ലക്ഷ്യസ്ഥാനമാകുന്നു എന്ന ചോദ്യത്തിന് ആഴത്തിലുള്ള രാഷ്ട്രീയവും തന്ത്രപരവുമായ മാനങ്ങളുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് ഒരു സോഫ്റ്റ് ടാർഗറ്റായി മാറുന്നത് അതിന്റെ സവിശേഷമായ ഭൗമരാഷ്ട്രീയ സ്ഥാനം കൊണ്ടാണ്. ഒന്നാമതായി, അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ സാമീപ്യം തന്നെയാണ് പ്രധാന കാരണം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അൽ ദഫ്ര പോലുള്ള വ്യോമതാവളങ്ങൾ പതിറ്റാണ്ടുകളായി അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തുറ്റ കേന്ദ്രങ്ങളാണ്. ഇറാൻ മണ്ണിൽ ഒരു അമേരിക്കൻ അധിനിവേശമുണ്ടായാൽ അതിനുള്ള പ്രധാന ലോജിസ്റ്റിക് സപ്പോർട്ടും വ്യോമാക്രമണങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഇത്തരം താവളങ്ങളിൽ നിന്നായിരിക്കും. അതിനാൽ ഒരു തിരിച്ചടിയെന്ന നിലയിൽ ഇറാൻ ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് ശത്രുവിന് തണലൊരുക്കുന്ന അയൽരാജ്യങ്ങളെയാണ്. ശത്രുവിന്റെ സുഹൃത്ത് ശത്രുവാണ് എന്ന യുദ്ധതന്ത്രമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. തങ്ങളുടെ അതിർത്തിക്കടുത്തുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിലൂടെ അമേരിക്കയുടെ ആക്രമണശേഷി പകുതിയായി കുറയ്ക്കാൻ കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായി, ആഗോള സാമ്പത്തിക ഭദ്രത തകർക്കുക എന്ന വലിയ ലക്ഷ്യം ഇതിനു പിന്നിലുണ്ട്. ദുബായ് ഇന്ന് വെറുമൊരു മണലാരണ്യത്തിലെ നഗരമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും ചാലകശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ തുറമുഖമായ ജബൽ അലിയും ഈ നഗരത്തിന്റെ ജീവനാഡികളാണ്. ഹോർമുസ് കടലിടുക്ക് എന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയുടെ കവാടത്തിലാണ് ദുബായ് സ്ഥിതി ചെയ്യുന്നത്. ദുബായ്ക്ക് നേരെ ഒരു മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായാൽ അത് ആഗോള ഓഹരി വിപണിയെയും എണ്ണവിലയെയും നിമിഷനേരം കൊണ്ട് തകിടം മറിക്കും. ദുബായ് വിമാനത്താവളം ഒരു ദിവസം അടച്ചിട്ടാൽ പോലും ആഗോള വ്യോമാനമേഖലയ്ക്ക് കോടികളിലുള്ള ഡോളറിന്റെ നഷ്ടമുണ്ടാകും. ഈ സാമ്പത്തിക ആഘാതം വഴി ലോകരാജ്യങ്ങളെ അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. മൂന്നാമതായി, ഇത് ഗൾഫ് സഹകരണ ഗവൺമെന്റ് രാജ്യങ്ങൾക്കുള്ള കടുത്ത മുന്നറിയിപ്പാണ്. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ അയൽരാജ്യങ്ങളെ ഭയപ്പെടുത്താൻ ദുബായിയെ ഒരു ഉദാഹരണമായി ഇറാൻ ഉപയോഗിക്കുന്നു. പാശ്ചാത്യ ശക്തികളുമായി ചേർന്ന് ഇറാന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ചു നൽകുന്നതും അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും സ്വന്തം നാശത്തിന് കാരണമാകും എന്ന സന്ദേശം ഇറാൻ ഇതിലൂടെ നൽകുന്നു. ചുരുക്കത്തിൽ, സൈനികമായ തിരിച്ചടിയേക്കാളുപരി ഒരു വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്ഫോടനത്തിലൂടെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ദുബായ് എന്ന ആഗോള ബിസിനസ് ഹബ്ബിനെ ഇറാൻ തങ്ങളുടെ ചെസ് ബോർഡിലെ ഒരു കരുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തരമൊരു നീക്കം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ എന്നേക്കുമായി തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭീഷണികൾ വെറും വാക്കുകളല്ലെന്ന് തെളിയിക്കാനെന്നോണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം തങ്ങളുടെ ആധിപത്യമുറപ്പിക്കുകയാണ്. MSC ഫ്രാൻസിസ്കോ, സ്പാമിനോന്താസ് എന്നീ കപ്പലുകൾ പിടിച്ചെടുത്തത് ഇതിന്റെ ഉദാഹരണമാണ്. അനുമതിയില്ലാതെ കടന്നുപോകാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് ഈ നടപടി. ഇത് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി യാഥാർത്ഥ്യമായാൽ ലോകരാജ്യങ്ങൾ കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങും. ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ദുബായ് എത്രത്തോളം ദുർബലമാണെന്ന് ലോകം കണ്ടു. മിസൈൽ ആക്രമണങ്ങൾ തുടർന്ന ദുബായ് വിമാനത്താവളങ്ങൾ ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നു. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. ആകാശത്ത് അഗ്നിഗോളങ്ങൾ പടർന്നപ്പോൾ ലോകം കണ്ടത് മണലാരണ്യത്തിലെ ആധുനിക അത്ഭുതത്തിന്റെ തകർച്ചയുടെ ലക്ഷണങ്ങളായിരുന്നു. UAEയിൽ മാത്രം 12 പേർ കൊല്ലപ്പെട്ട ആ ആക്രമണം വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചന മാത്രമായിരുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന് ഇറാൻ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ കേവലം പ്രതിരോധാത്മകമായ നിലപാടുകളല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരയുദ്ധത്തിനുള്ള ശക്തമായ തിരിച്ചടി എന്ന പ്രഖ്യാപനം തന്നെയാണ്.
അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രാദേശിക സഖ്യകൂട്ടുകളെ നേരിട്ട് ആക്രമിക്കുന്നതിലൂടെ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും യുഎസിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ റിട്ടാലിയേറ്ററി പോളിസി കൊണ്ട് ഇറാൻ ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം ആഗോള സാമ്പത്തിക മേഖലയെ തന്നെ പിടിച്ചുലുക്കുന്ന ഊർജ്ജ മേഖലയിലെ നാശമാണ്. ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകളോ ഊർജ്ജനിലയങ്ങളോ അമേരിക്ക തകർക്കാൻ ശ്രമിച്ചാൽ മറുപടിയായി പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കയറ്റുമതി സംവിധാനങ്ങളും വൈദ്യുതി ശൃംഖലകളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണെന്നത് ഈ ഭീഷണിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, സ്വന്തം രാജ്യം നേരിടുന്ന സാമ്പത്തിക ആഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടിവരുമെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. മൂന്നാമത്തെ നിർദ്ദേശം ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള വധശിക്ഷകൾക്കുള്ള പ്രതികാരമാണ്. ഇറാന്റെ സൈനികമായോ രാഷ്ട്രീയമായോ നേതൃത്വത്തിനു നേരെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ക്ലിപ്തപ്പെടുത്തിയ ആക്രമണങ്ങളോ ഉണ്ടായാൽ അതിനു സമാനമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇത് മേഖലയിൽ ഒരു കണ്ണിനു കണ്ണ് എന്ന രീതിയിലുള്ള കൊലപാതക പരമ്പരകൾക്ക് തുടക്കമിട്ടേക്കാം. ഈ 3 നിയമങ്ങളിലൂടെയും ഇറാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അത് ഇറാന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകൂട്ടുകളും ആഗോള സമ്പദ്വ്യവസ്ഥയും ഒരുപോലെ നേരിടേണ്ടിവരുമെന്നുമാണ്. ഈ കർക്കശമായ നിലപാടുകൾ സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയും മേഖലയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ യുദ്ധമൊഴിവാക്കാൻ ഇറാൻ മുന്നോട്ടുവെച്ച 3 ഘട്ടങ്ങളുള്ള സമാധാന നിർദ്ദേശങ്ങൾ മേഖലയിൽ വലിയ ചർച്ചയാവുകയാണ്. ആദ്യഘട്ടമായി ഉടനടി വെടിവെപ്പ് നടത്തുകയും യുദ്ധം പുനരാരംഭിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ഇറാന്റെ നിലപാട്. രണ്ടാം ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് പ്രത്യേക ചർച്ചകൾ നടത്താമെന്നും മൂന്നാം ഘട്ടത്തിൽ ആദ്യ 2 ഘട്ടങ്ങളിലും പുരോഗതിയുണ്ടെങ്കിൽ മാത്രം വിവാദമായ ആണവ വിഷയങ്ങളിൽ സംസാരിക്കാമെന്നുമാണ് ഇറാൻ നിർദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും ട്രംപ് ഭരണകൂടം ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും അമേരിക്കയുടെ കടുത്ത നിലപാടുകളും കാരണം സമാധാന ശ്രമങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഈ നയതന്ത്ര പരാജയം മേഖലയെ ഒരു വൻ സൈനിക സ്ഫോടനത്തിലേക്കും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ദുബായ് എന്ന നഗരം ഇന്ന് അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ സൈനിക താൽപ്പര്യങ്ങളും മറുവശത്ത് ഇറാന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും. ഈ 2 വൻശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ തകരുന്നത് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളായിരിക്കും.